നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തേർഡ് സെമസ്റ്ററിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിലെ നാലാമത്തെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂൾ പ്രധാനമായും കുറച്ച് ഇലക്ട്രോണിക്സ് കമ്പോണൻസുകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനമായും ഇലക്ട്രോണിക്സ് കമ്പോണൻസിൽ രണ്ട് തരം കമ്പോണൻസുകളാണ് ഉള്ളത്. ഒന്ന് ആക്റ്റീവ് കമ്പോണൻസ്, രണ്ട് പാസീവ് കമ്പോണൻസ്. എന്താണ് ഒരു ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോണിക്സ് കമ്പോണൻസിനകത്ത് നമുക്കറിയാം, ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു സർക്യൂട്ടിനകത്ത് വരുന്ന അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മൗസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് കമ്പോണൻസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത് വരുന്ന കമ്പോണൻസ്. ഫോർ എക്സാമ്പിൾ, ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇവയെല്ലാം ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത് ഉപയോഗിക്കുന്ന വിവിധ തരം കമ്പോണൻറ്റുകളാണ്. അപ്പോൾ ഒരു ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കമ്പോണൻറ്റ് വിച്ച് പ്രൊഡ്യൂസ് എ സിഗ്നൽ പ്രോസസ്സിങ്. അതായത് നമ്മളൊരു സർക്യൂട്ടിനകത്ത് സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കമ്പോണൻസുകളെയാണ് നമ്മൾ ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഒരു സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഡയോഡിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളൊരു സിഗ്നൽസിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ട്രാൻസിസ്റ്റർ, ഓക്കെ, ഇത്തരം കമ്പോണൻസുമൊക്കെ നമ്മൾ ഒരു സർക്യൂട്ടിനകത്ത് കൊടുക്കുന്ന സിഗ്നൽസിനെ ഒന്നെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയെ കുറയ്ക്കുന്നു, കൂട്ടുന്നു, അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്ന ടൈപ്പ് കമ്പോണൻസുകളെയാണ് നമ്മൾ ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുക. എന്നാൽ പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാലോ, ദ കമ്പോണൻസ് വിച്ച് ഡസ് നോട്ട് അല്ലെങ്കിൽ ഡിഡൻറ്റ് പ്രൊഡ്യൂസ് എ സിഗ്നൽ പ്രോസസ്സിങ്. അതൊരിക്കലും സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നില്ല, പക്ഷെ അത് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഒന്നെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്ത് വയ്ക്കുക, അത്ര ഒരു സ്പെസിഫിക് ഫങ്ഷൻ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്ന സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യുകയോ ബൂസ്റ്റ് ചെയ്യുക, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സുകളും ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ അത്തരം കമ്പോണൻസുകളെ നമ്മൾ പാസീവ് കമ്പോണൻസ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്. ഇവയൊക്കെ സർക്യൂട്ടിനകത്ത് ഒന്നെങ്കിൽ സർക്യൂട്ടിനകത്ത് ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അതിനെയൊക്കെ എന്ത് ചെയ്യുക, തടഞ്ഞു വയ്ക്കുക, അത്തരത്തിലുള്ള പർപ്പസുകളെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും എന്തില്ല, അതിനെ ആംപ്ലിഫൈ ചെയ്യാനോ ബൂസ്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇതാണ് പ്രധാനമായും ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്തുള്ള രണ്ട് കമ്പോണൻസുകൾ. ഒന്ന് ആക്റ്റീവ് കമ്പോണൻസ്, രണ്ട് പാസീവ് കമ്പോണൻസ്. നമുക്ക് ഇതിനകത്തുള്ള ഓരോ കമ്പോണൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. നമുക്ക് ആദ്യം പാസീവ് കമ്പോണൻസുകളെ കുറിച്ച് നോക്കാം. പാസീവ് കമ്പോണൻസിനകത്ത് ആദ്യമായിട്ട് വരുന്ന ഒന്നാണ് റെസിസ്റ്റേഴ്സ്. നമുക്കറിയാം, റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണ്? കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത്തരം പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിസ്റ്റർ എന്ന് പറയുന്നത്. നോർമലി ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത് ഉപയോഗിക്കുന്ന റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 2 കമ്പോണൻറ്റ് ഡിവൈസാണ്. അതിനകത്ത് 2 ലീഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, and designed to oppose an electric current by producing a voltage drop between its terminals in the proportion to the current. കറണ്ടിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തുണ്ടാവുന്ന കറണ്ട് ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റെസിസ്റ്ററിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പ്രധാനമായും 2 തരം റെസിസ്റ്റേഴ്സാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഫിക്സഡ് റെസിസ്റ്റേഴ്സ്, രണ്ട് വേരിയബിൾ റെസിസ്റ്റേഴ്സ്.
ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എപ്പോഴും കോമൺ ആയിരിക്കും, അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്ററിനും ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടായിരിക്കും. അത് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഒരു കളർ കോഡിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂവിനനുസരിച്ച് നമ്മൾ കളർ കോഡിങ് കൊടുക്കും. നമുക്ക് റെസിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ മുകളിൽ കുറച്ച് കളേർഡ് ബാൻഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബാൻഡ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ രണ്ടാമത് വരുന്നതാണ് വേരിയബിൾ റെസിസ്റ്റർ. വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ നീഡ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ വാരി ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ നമ്മൾ ഫാനിൻ്റെ റെഗുലേറ്റർ. നമ്മൾ ആ റെസിസ്റ്റൻസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് നമ്മൾ റെഗുലേറ്ററിൻ്റെ നോബ് തിരിക്കുമ്പോൾ അതിനകത്തുള്ള റെസിസ്റ്റൻസ് വാല്യൂ വാരി ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഫാനിൻ്റെ സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫിക്സഡ് ടൈപ്പ് റെസിസ്റ്റേഴ്സ് എന്നുള്ളത്. ഒരു ഫിക്സഡ് റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അത് നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള റെസിസ്റ്ററിൻ്റെ സിമ്പലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഫിക്സഡ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള 1-2 നമുക്ക് നോക്കാം. ഒന്നാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ്, 2 മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ്, 3 കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ്, 4 വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്. ഇതൊക്കെ ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് ഇത് എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് ഒരു കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാർബൺ കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. ആ കാർബൺ കോമ്പോസിഷനാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ. ആ കാർബൺ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇതാണ് നമ്മുടെ ഒരു റെസിസ്റ്റർ എന്ന് പറയുന്നത്. പറഞ്ഞതൊരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. അപ്പോൾ ഇതിനുണ്ട് ഇതൊരു ടെർമിനലാണ്, ഇതതിൻ്റെ നെക്സ്റ്റ് ടെർമിനലാണ്. ദെൻ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാർബണിൻ്റെ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കാർബണിൻ്റെ അലോട്രോപിക് ഫോമാണ്. അപ്പോൾ ഗ്രാഫൈറ്റ് ഇതിനകത്ത് ഫൈൻ പൗഡറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു കാർബൺ മിക്സ്ചർ എന്ന് പറയുന്നുണ്ടാവും. ഇതിനകത്ത് കാർബൺ മിക്സ്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർബൺ മിക്സ്ചറിൻ്റെ എമൗണ്ടാണ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ കാർബൺ ഓർ ഗ്രാഫൈറ്റ് മിക്സ്ഡ് വിത്ത് എ പൗഡേർഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആസ് എ ബൈൻഡർ ഇൻ പ്രൊപ്പോർഷണൽ ടു നീഡ് ഫോർ ദ ഡിസൈർഡ് വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ്. എത്രയാണോ നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കാർബൺ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്യും. അതാണ് ഒരു കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് കളർ കോഡ് ഇതുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കളറിലുള്ള ബാൻഡുകൾ വരുന്നുണ്ട്. ഓക്കെ, ഈ കളർ ബാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എത്രയെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ റെസിസ്റ്റൻസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റർ. മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മെറ്റൽ ഫിലിം സ്പ്രേ ചെയ്തിട്ടുണ്ടായിരിക്കും. സെറാമിക് സബ്സ്റ്റൻസിൻ്റെ മുകളിലൂടെ ഒരു മെറ്റൽ ഫിലിം കോട്ടിംഗ് സ്പ്രേ ചെയ്ത് അതിനൊരു സ്പൈറൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് റെസിസ്റ്ററിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ഒരു മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് റെസിസ്റ്റീവ് ഫിലിം, ഒരു തിൻ ഫിലിം ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ സ്പൈറൽ ഗ്രൂവിനകത്ത്
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ ഫിലിം ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഔട്ടർ ലെയറിൽ ഉണ്ടാകുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേർഡിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എ മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തിൻ ഫിലിം ഓഫ് മെറ്റൽ സ്പ്രേ ചെയ്ത് സെറാമിക് സബ്സ്റ്റൻസിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊരു സ്പൈറൽ ബോഡിയുടെ മുകളിൽ വൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ കാർബൺ ഫിലിം റെസിസ്റ്റർ, മെറ്റൽ ഫിലിമിൽ പറഞ്ഞ അതേപോലെ തന്നെ അവിടെ മെറ്റൽ ഫിലിമിന് പകരം എന്തായിരിക്കും, ഒരു കാർബണിൻ്റെ ഫിലിം ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ അത് ഇൻസുലേറ്റഡ് സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ വൗണ്ട് ചെയ്ത് സ്പൈറൽ ബോഡിയുടെ മുകളിൽ വൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ആണ്. ഇൻ കാർബൺ ഫിലിം റെസിസ്റ്റർ എ തിൻ ഫിലിം ഓഫ് കാർബൺ ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ടു എ ഇൻസുലേറ്റഡ് സബ്സ്ട്രേറ്റ് ആൻഡ് ദെൻ കട്ട് ഇൻ ടു സ്പൈറൽ ബോഡി. ഓക്കെ, അപ്പോൾ മെറ്റൽ ഫിലിം ആണെങ്കിലും കാർബൺ ഫിലിം ആണെങ്കിലും ഒക്കെ സെയിം കൺസ്ട്രക്ഷനാണ്. മെറ്റൽ ഫിലിമിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലിൻ്റെ തിൻ ഫിലിം ആണെങ്കിൽ കാർബൺ ഫിലിമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കാർബണിൻ്റെ ഒരു തിൻ ഫിലിം, കാർബൺ റിബൺ പോലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ദെൻ നാലാമത്തെ ഒരു ടൈപ്പാണ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. ടേമിൽ തന്നെ മനസ്സിലാവും, വയർ വൗണ്ട്, അതായത് മെറ്റൽ വയർ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയർ വൗണ്ട് എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു നൂലിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, റോളറിൻ്റെ മുകളിൽ നൂലിങ്ങനെ ചുറ്റി വെച്ചതാണ്. അതേപോലെ തന്നെ നമ്മൾ എത്ര റെസിസ്റ്റൻസ് വാല്യൂ വേണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, വയർ ആ ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഹൈ പവർ അപ്ലിക്കേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സാണ് കോമൺലി ഉപയോഗിക്കാറുള്ളത്. കാരണം അതിന് ഹൈ റെസിസ്റ്റർ നമുക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് എമൗണ്ട് ഓഫ് വയർ നമുക്ക് ഈ കോയിലിൻ്റെ മുകളിൽ ചുറ്റി വയ്ക്കാൻ പറ്റും. അങ്ങനെ ചുറ്റി വെച്ച് നമുക്ക് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ വളരെയധികം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഹൈ പവർ അപ്ലിക്കേഷനകത്തൊക്കെ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. 4 ടൈപ്പ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് പറഞ്ഞു. ഒന്ന് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ്, 2 മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ്, 3 കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ്, 4 വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. ദെൻ അടുത്ത് വരുന്നതാണ് വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത്തരം റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വേരിയബിൾ റെസിസ്റ്റേഴ്സിന് നമ്മൾ ആൾറെഡി പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്നും പറയാറുണ്ട്. നിങ്ങൾ ബേസിക് ക്ലാസ് പ്ലസ് ടുവിലൊക്കെ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. ഒരു വലിയൊരു സ്ട്രിങ് ഉള്ള ഒരു ഡിവൈസ്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലിവർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇങ്ങനെ സർക്യൂട്ടിനകത്ത് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നോർമലി ഒരു വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത് 3 ടെർമിനൽ ഡിവൈസ് ആണ്. അതിനകത്ത് ഒരു എൻഡ് എന്ന് പറയുന്നത് വേരിയബിൾ പോയിൻറ്റും മറ്റ് 2 പോയിൻറ്റുകൾ ഉണ്ടായിരിക്കും, അത് ഫിക്സഡ് പോയിൻറ്റുമായിട്ടും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതാണ് ഒരു വേരിയബിൾ റെസിസ്റ്ററിൻ്റെ സിമ്പൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു വേരിയബിൾ റെസിസ്റ്ററിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഫാൻ്റെ റെഗുലേറ്ററൊക്കെ ഈ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് ഒരു വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റെസിസ്റ്റേഴ്സ് എന്തെല്ലാമാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്തെല്ലാമാണ്. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നതാണ് കുറച്ച് കൂടിയുള്ള പാസീവ് കമ്പോണൻറ്റുകളാണ് കപ്പാസിറ്റേഴ്സ്, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സ്, തന്നെ കുറേ ആക്റ്റീവ് കമ്പോണൻസുകളുണ്ട്. ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.